വലിക്ക് വലിക്ക് വലിക്ക്. ടീമിന്റെ ചാടി നറുക്കുന്നത് നമ്മൾ ലേശം ബാക്കോട്ടുന്നോ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ബിന്ദു, അതോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാൻ ജീവനക്കാർ, നമ്മുടെ നാട്ടുകാർ, ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രധാനപ്പെട്ട നാം ജീവിക്കുന്ന പ്രദേശം, നമ്മുടെ നാട് വൃത്തിയായി അത് ഏറ്റവും കൃത്യമായ മാതൃകകളാണ് നമ്മുടെ നാടിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ ഏറിയതിനു ശേഷം ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം നമ്മുടെ നാട് ചാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഈ ചാല പട്ടണം, ഈ നാടിന്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും നമ്മുടെ തൊട്ടടുത്ത വിദ്യാലയങ്ങളിലെ മക്കൾ, അധ്യാപകർ, കച്ചവടക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഇതൊരു തുടക്കമാണ്. ഞങ്ങൾ ഈ നാടിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് തുടങ്ങിയ പ്രവർത്തനം എല്ലാ കാലത്തും നമുക്ക് നിലനിർത്തി പോകാൻ വേണ്ടി സാധിക്കണം. നമ്മൊന്നോ പകലൊന്നോ നോക്കാതെ ഏത് സമയത്തും വിളിച്ചാൽ നമ്മുടെ കൂടെ നമ്മളൊരാളായി നിൽക്കുന്ന ശ്രീ കടന്നപ്പള്ളിയെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ലഭിച്ചു എന്നത് ഈ ഒരു പ്രവർത്തനത്തിന് ഒന്നുകൂടി പ്രാധാന്യം കൂടുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ജനകീയ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ജനപ്രതിനിധികളും സുഹൃത്തുക്കളും പൊതുപ്രവർത്തകന്മാരും എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മക്കൾ എല്ലാവരെയും ഞാൻ വിചാരിക്കുകയാണ്. ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ല എന്ന് എനിക്കറിയാം. ഒരു സാമൂഹ്യ രംഗത്തെ ഉത്കൃഷ്ടമായ സേവനമാണ് ഞാൻ നടത്തുന്നത്. മാതൃകാപരമായ പ്രവർത്തനം, ശുചീകരണ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ആധുനികമായ ജീവിത സൗകര്യങ്ങളിൽ ഇന്ന് നാടും നഗരവും ഒരുപോലെ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ്.
ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾ തീരുമാനിച്ചത് ഒരു സാമൂഹ്യമായ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ധർമ്മനിർവഹണമാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ അതിഥിയായിട്ടല്ല. ഇത് തൊട്ടടുത്ത് ചെമ്പൂരോട് പഞ്ചായത്തിലെ കണ്ണടിയിലാണ് എൻ്റെ ജനനം തന്നെ. ഇതുവഴി നടന്നു പോയതാണ്. ചാലയിൽ ആറ്റടപ്പയിലാണ് റേഷൻ ഷാപ്പ്. ചാലയിൽ ഇതിലിങ്ങനെ നടന്നു പോയതാ. അന്ന് ഇതൊന്നല്ലേ വഴി. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും ഒരു കർമ്മഭൂമിയായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം നിങ്ങൾക്കറിയും. അതുകൊണ്ടാണ് എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം. വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും ശുചിത്വമായിരുന്നാലും എല്ലാം. ആരോഗ്യ കേരളം നമ്മുടെ ലക്ഷ്യമാണ്. ആരോഗ്യമില്ലാത്ത ജനതയും ഭാരമായിരിക്കും. ആരോഗ്യമുള്ള ജനതയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. ലോകാരാധ്യനായ രാഷ്ട്രപിതാവിൻ്റെ ജീവിതധർമ്മങ്ങളിൽ ഒന്ന് ശുചീകരണ പ്രവർത്തനമായിരുന്നു. സ്വന്തമായി തന്നെ എല്ലാ കാര്യവും ചെയ്യും. ഇന്ന് വർത്തമാനകാലത്ത് എല്ലാം സാങ്കേതിക ഭൗതിക മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളും സാമൂഹ്യ ജീവിതവും പലപ്പോഴും വഴിമാറിപ്പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളും ഏറ്റവും മാതൃകാപരമായി ഈ സേവനത്തെ സാമൂഹ്യ ധർമ്മനിർവഹണത്തിൻ്റെ ഭാഗമായി മാറ്റിയത് ഏറ്റവും ഉചിതമായിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തീർച്ചയായും അവരാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കേണ്ട വാഗ്ദാനങ്ങളാണ്. അവരുടെ മനസ്സിൽ ശുചിത്വബോധം തീർച്ചയായും ഉണ്ടായിരിക്കണം. ആ ശുചിത്വം പൊതുരംഗത്ത് മാത്രം പോലെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഒരു ശുചിത്വബോധം ഉണ്ടായി നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അതിന് ഏറ്റവും നല്ല നിലയിലുള്ള മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഭാരവാഹികൾ, സുഹൃത്തുക്കൾ എന്ന് വേണ്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, നാട്ടുകാർ എല്ലാവരും അടങ്ങുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഒരു ചടങ്ങായി മാത്രം അവസാനിപ്പിക്കാതെ ജീവിത യാത്രയിൽ എല്ലാ രംഗത്തും ഈ ശുചീകരണ ബോധം നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഉത്കൃഷ്ടമായ സേവന സമർപ്പണ ബോധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരും വിജയങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം. അവിടെ ഏട് നിൽക്കാൻ